വെൽക്കം ഫ്രണ്ട്സ്. ഈ സെഷനിൽ ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ എന്ന ആശയം അവതരിപ്പിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ഫംഗ്ഷൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫംഗ്ഷൻസ് ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് എ എന്ന സെറ്റിലെ ഓരോ എലമെന്റിനോടും ബിയിലെ ഒരേ എലമെന്റ് അസൈൻ ചെയ്യുന്നു എന്ന് കരുതുക. ഇങ്ങനെ ഒരു അസൈൻമെന്റ് കൊടുക്കാൻ നാം ഉപയോഗിക്കുന്ന റൂളിനെയാണ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: എയും ബിയും രണ്ട് ശൂന്യമല്ലാത്ത സെറ്റുകളാണെന്ന് കരുതുക. എയിലെ ഏതൊരു എലമെന്റിനെയും ബിയിലെ ഒരേ എലമെന്റിലേക്ക് അസൈൻ ചെയ്യുന്ന റൂളിനെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഒരു ഫംഗ്ഷനെ മാപ്പ് അല്ലെങ്കിൽ മാപ്പിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നു. എ എന്ന സെറ്റിനെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്നും ബി എന്ന സെറ്റിനെ ഫംഗ്ഷന്റെ ടാർഗറ്റ് സെറ്റ് അല്ലെങ്കിൽ കോഡൊമൈൻ എന്നും പറയുന്നു. ഫംഗ്ഷന് സാധാരണയായി നാം ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഇവയാണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് കാണിക്കാൻ എഫ് ഫ്രം എ ടു ബി എന്ന് എഴുതും. ഇത് വായിക്കുന്നത് എഫ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എഫ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എന്നാണ്. എഫ് ഫ്രം എ ടു ബിയും എ ബിലോങ്സ് ടു എയും ആണെന്നിരിക്കട്ടെ. അപ്പോൾ എഫ് ഓഫ് എ എന്നത് എക്ക് അസൈൻ ചെയ്യുന്ന ബിയിലെ ഒരേ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. ബിയിലെ എഫ് ഓഫ് എ എന്ന എലമെന്റിനെ എഫിന്റെ കീഴിലുള്ള എയുടെ ഇമേജ് എന്നോ എയുടെ എഫിലുള്ള വാല്യൂ എന്നോ വിളിക്കാം. ഇങ്ങനെയുള്ള ഇമേജുകളുടെ സെറ്റിനെ നമ്മൾ റേഞ്ച് എന്നും ഇമേജ് ഓഫ് എഫ് എന്നും വിളിക്കുന്നു. ഈ സെറ്റിനെ നമ്മൾ റാൻ എഫ് അല്ലെങ്കിൽ ഇം എഫ് അല്ലെങ്കിൽ എഫ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബി ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ സം എ ബിലോങ്സ് ടു എ which is equal to the set of all f of a such that a belongs to a. im f എന്നത് ടാർഗറ്റ് സെറ്റ് ബി യുടെ ഒരു സബ്സെറ്റ് ആണ്. സാധാരണയായി ഒരു ഫംഗ്ഷൻ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാ റിയൽ നമ്പേഴ്സിനെയും അതിന്റെ സ്ക്വയേഴ്സിലേക്ക് അയക്കുന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. നമുക്കതിനെ ഇങ്ങനെ എഴുതാം: f of x is equal to x square or x extends to x square or y is equal to x square. ആദ്യത്തെ നൊട്ടേഷനിൽ എക്സിനെ ആർഗ്യുമെന്റ് ഓർ വേരിയബിൾ എന്നും എഫിനെ ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു. രണ്ടാമത്തേതിൽ ബാർഡ് ഏരോയെ ഗോസ് ഇൻടു എന്ന് വായിക്കാം. അവസാനത്തേതിൽ വൈയുടെ വാല്യൂവിനെ എക്സിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാൽ എക്സിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും വൈയെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കുന്നു. കൂടാതെ എക്സ് എന്ന വേരിയബിളിലുള്ള ഒരു ഫോർമുല ആയിട്ടാണ് എഫ് തന്നിരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ മറ്റൊന്നും പ്രസ്താവിച്ചിട്ടില്ല എങ്കിൽ ഫംഗ്ഷന്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആർ അല്ലെങ്കിൽ ഫോർമുല അർത്ഥവത്താകുന്ന ആറിന്റെ ഏറ്റവും വലിയ സബ്സെറ്റും കോഡൊമൈൻ ആറും ആണെന്ന് നാം അസ്യൂം ചെയ്യുന്നു. എഫ് ഫ്രം എ ടു ബി ആണെന്നിരിക്കട്ടെ. എയുടെ സബ്സെറ്റ് ആണ് എ പ്രൈം എങ്കിൽ എഫ് ഓഫ് എ പ്രൈം സൂചിപ്പിക്കുന്നത് എ പ്രൈമിലെ എലമെന്റ്സിന്റെ ഇമേജസിന്റെ സെറ്റിനെയാണ്. ബിയുടെ സബ്സെറ്റ് ആണ് ബി പ്രൈം എങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ബി പ്രൈം സൂചിപ്പിക്കുന്നത് എയിലെ ഏതൊക്കെ എലമെന്റ്സിന്റെ ഇമേജ് ആണോ ബി പ്രൈമിലുള്ളത് ആ എലമെന്റ്സിന്റെ സെറ്റിനെയാണ്. അതായത് f of a prime is equal to set of all f of a such that a belongs to a prime and f inverse of b prime is equal to set of all a belongs to a such that f of a belongs to b prime. f of a prime നെ a prime ന്റെ ഇമേജ് എന്ന് വിളിക്കുന്നു. f inverse of b prime നെ b prime ന്റെ ഇൻവേഴ്സ് ഇമേജ് അല്ലെങ്കിൽ പ്രീ ഇമേജ് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ 1: f of x is equal to x cube എന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. അതായത് f ഓരോ റിയൽ നമ്പറിനോടും അതിന്റെ ക്യൂബിനെ അസൈൻ ചെയ്യുന്നു. എങ്കിൽ 8 എന്നത് 2ന്റെ ഇമേജ് ആണ്. അതുകൊണ്ട് f of 2 is equal to 8 എന്ന് എഴുതാം. അതുപോലെ f of -3 is equal to -27, f of 0 is equal to 0. എക്സാമ്പിൾ 2: g എന്നത് ലോകത്തിലെ ഓരോ കൺട്രിയോടും അതിന്റെ ക്യാപിറ്റൽ സിറ്റി അസൈൻ ചെയ്യുന്നു. ഇവിടെ ജിയുടെ ഡൊമൈൻ എന്നത് ലോകത്തിലെ എല്ലാ കൺട്രികളുമാണ്. അതുപോലെ കോഡൊമൈൻ എന്നത് ലോകത്തിലെ എല്ലാ സിറ്റികളുമാണ്. ഫ്രാൻസിന്റെ ഇമേജ് പാരീസ് ആണ്. അതായത് g of France is equal to പാരീസ്. അതുപോലെ g of India is equal to ന്യൂഡൽഹി, g of England is equal to ലണ്ടൻ. എക്സാമ്പിൾ 3: താഴെ തന്നിരിക്കുന്ന റിയൽ വാല്യൂ ഫംഗ്ഷൻസിന്റെ ഡൊമൈൻ d കണ്ടുപിടിക്കുക. f of x is equal to 1 upon x minus 2, g of x is equal to x square minus 3x minus 4, h of x is equal to square root of 25 minus x square. f എന്നത് x minus 2 is equal to 0 or x is equal to 2 ൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് d is equal to set of all real numbers except 2. g എന്നത് എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് d is equal to set of real numbers. h എന്നത് 25 minus x square നെഗറ്റീവ് ആകുമ്പോൾ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് d is equal to closed interval -5 5 the set of all x belongs to R such that -5 less than or equal to x less than or equal to 5. Example 4: a is equal to set ab യും b is equal to set 1 2 3 യും ആണെന്ന് കരുതുക. എയിൽ നിന്നും ബിയിലേക്കും ബിയിൽ നിന്നും എയിലേക്കുമുള്ള ഫംഗ്ഷൻസിന്റെ എണ്ണം കാണുക. ഇവിടെ എയുടെ ഇമേജിന് 3 ചോയ്സസ് ഉണ്ട്, 1 2 അല്ലെങ്കിൽ 3. ബിയുടെ ഇമേജിനും 3 ചോയ്സസ് ഉണ്ട്. അതുകൊണ്ട് എയിൽ നിന്നും ബിയിലേക്ക് 3 into 3 is equal to 9 ഫംഗ്ഷൻസ് ഉണ്ട്. ബിയിലെ 3 എലമെന്റ്സിൽ ഓരോന്നിനും 2 ചോയ്സസ് ഉണ്ട്, എ അല്ലെങ്കിൽ ബി. അതുകൊണ്ട് ബിയിൽ നിന്നും എയിലേക്ക് 2 times 2 times 2 is equal to 2 cube is equal to 8 ഫംഗ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ 5: യഥാക്രമം കാർഡിനാലിറ്റി ഓഫ് എ എലമെന്റ്സും കാർഡിനാലിറ്റി ഓഫ് ബി എലമെന്റ്സും ഉള്ള 2 ഫൈനൈറ്റ് സെറ്റ്സ് ആണ് എയും ബിയും എന്ന് കരുതുക.
എയിൽ നിന്ന് ബിയിലേക്ക് കാർഡിനാലിറ്റി ഓഫ് ബി ടു ദി പവർ കാർഡിനാലിറ്റി ഓഫ് എ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് കാണിക്കുക. എയിലെ കാർഡിനാലിറ്റി ഓഫ് എ എലമെന്റ്സിൽ ഓരോന്നിനും കാർഡിനാലിറ്റി ഓഫ് ബി ചോയ്സസ് ഉണ്ട്. അതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് സാധ്യമായ കാർഡിനാലിറ്റി ഓഫ് ബി ടു ദി പവർ കാർഡിനാലിറ്റി ഓഫ് എ ഫംഗ്ഷൻസ് ഉണ്ട്. സാധാരണയായി എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻസും ബി ടു ദി പവർ എ എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. ഈ നൊട്ടേഷൻ ഉപയോഗിച്ചാൽ എക്സാമ്പിൾ 5 നിന്നും എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ബി ടു ദി പവർ എ ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ടു ദി പവർ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് വ്യക്തമാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സെറ്റ് എ പരിഗണിക്കുക. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് എയിലെ ഓരോ എലമെന്റിനെയും അതിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനെ എയിലുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഇത് സൂചിപ്പിക്കുന്നത് 1a അല്ലെങ്കിൽ ia അല്ലെങ്കിൽ ലളിതമായി 1 എന്നോ ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1a ഫ്രം a to a എന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ നിർവചിക്കാം. 1a of a is equal to a for every element a in a. Functions as relations. Definition. f from a to b എന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. അപ്പോൾ ഗ്രാഫ് ഓഫ് f is equal to set of all ordered pair ab such that a belongs to a and b is equal to f of a. Remark. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് a ക്രോസ് b യുടെ ഒരു സബ്സെറ്റ് ആണ് f ന്റെ ഗ്രാഫ് എന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് f from a to b എന്ന ഓരോ ഫംഗ്ഷനും എയിൽ നിന്നും ബിയിലേക്കുള്ള ഗ്രാഫ് ഓഫ് f എന്ന് വിളിക്കപ്പെടുന്ന ഒരു റിലേഷനെ വഴിതെളിക്കുന്നു. f from a to b എന്ന ഫംഗ്ഷനും അതിന്റെ ഗ്രാഫും തമ്മിൽ നാം വേർതിരിക്കുന്നില്ല. f ന്റെ ഗ്രാഫ് എന്ന റിലേഷന് എയിലെ ഓരോ എയും റിലേഷനിലെ ഓർഡേഡ് പെയർ ab എന്ന ഒരേ ഒരു ഓർഡേഡ് പെയറിൽ ഉണ്ടാകും എന്ന പ്രോപ്പർട്ടി ഉണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ പ്രോപ്പർട്ടിയുള്ള f എന്ന ഏതൊരു റിലേഷനും f from a to b എന്ന ഫംഗ്ഷൻ ആകും. ഇവിടെ f of a is equal to b for every ordered pair ab belongs to f. അതിനാൽ തന്നെ ഒരാൾക്ക് ഒരു ഫംഗ്ഷൻ താഴെ പറയും പ്രകാരം സമാനമായി ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ. f from a to b എന്ന ഒരു ഫംഗ്ഷൻ ഓരോ a belongs to a യും f ലെ ഓർഡേഡ് പെയർ ab എന്ന ഒരേ ഒരു ഓർഡേഡ് പെയറിന്റെയും ഫസ്റ്റ് കമ്പോണന്റ് ആകുന്ന എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. എക്സാമ്പിൾ 6. a is equal to set consisting of 1, 2 and 3 എന്ന സെറ്റിലെ താഴെ കൊടുത്തിരിക്കുന്ന റിലേഷൻസ് പരിഗണിക്കുക. f is equal to set of all ordered pair 1, 3, ordered pair 2, 3, ordered pair 3, 1. g is equal to set of all ordered pair 1, 2, ordered pair 3, 1. h is equal to set of all ordered pair 1, 3, ordered pair 2, 1, ordered pair 1, 2 and ordered pair 3, 1. എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് f. കാരണം എയിലെ ഓരോ അംഗവും എഫിലെ ഒരേ ഒരു ഓർഡേഡ് പെയറിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയി പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ f of 1 is equal to 3, f of 2 is equal to 3 and f of 3 equal to 1. g എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ അല്ല. കാരണം 2 belongs to a. ജിയിലെ ഒരു ഓർഡേഡ് പെയറിന്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് അല്ല. h എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ അല്ല. കാരണം 1 belongs to a. എച്ചിലെ ഓർഡേഡ് പെയർ 1, 3, ഓർഡേഡ് പെയർ 1, 2 എന്നീ രണ്ടു വ്യത്യസ്ത ഓർഡേഡ് പെയർസിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയി പ്രത്യക്ഷപ്പെടുന്നു. ഡെഫിനിഷൻ. f from a to b and g from a to b എന്നീ രണ്ടു ഫംഗ്ഷൻസ് ഈക്വൽ ആണെന്ന് പറയുന്നത് f of a is equal to g of a for every a belongs to a ആണെങ്കിലാണ്. അതായത് f g ഇവയ്ക്ക് ഒരേ ഗ്രാഫ് ആണെങ്കിലാണ്. f g ഇവ ഈക്വൽ ആണെങ്കിൽ f ഈക്വൽ ടു g എന്ന് എഴുതാം. പിക്ചോറിയൽ റിപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷനും അതിന്റെ ഗ്രാഫും തമ്മിൽ നാം വേർതിരിക്കുന്നില്ലെങ്കിലും എഫിനെ ഒരു സെറ്റ് ഓഫ് ഓർഡേഡ് പെയേഴ്സ് ആയി പരിഗണിക്കപ്പെടുമ്പോൾ ഗ്രാഫ് ഓഫ് എഫ് എന്ന ടെർമിനോളജി നാം ഉപയോഗിക്കും. മാത്രമല്ല എഫിന്റെ ഗ്രാഫ് ഒരു റിലേഷൻ ആയതുകൊണ്ട് റിലേഷൻസിന് പൊതുവായി ചെയ്തിട്ടുള്ളതുപോലെ നമുക്ക് അതിന്റെ ചിത്രങ്ങൾ ഏരോ ഡയഗ്രം പോലെയും പ്ലെയിനിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നത് പോലെയും വരയ്ക്കാം. ഈ പിക്ചോറിയൽ റിപ്രസെന്റേഷൻ തന്നെ ചിലപ്പോൾ എഫിന്റെ ഗ്രാഫ് എന്ന് വിളിക്കപ്പെടാറുണ്ട്. എക്സാമ്പിൾ 7. ഫിഗർ 1ലെ ഏരോ ഡയഗ്രം a is equal to സെറ്റ് ABCD യിൽ നിന്നും b is equal to RS TUയിലേക്കുള്ള f എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. അതായത് f of a is equal to s, f of b is equal to u, f of c is equal to r and f of d is equal to s. എഫിന്റെ ഇമേജ് സെറ്റ് ആർ എസ് യു എന്ന സെറ്റാണ്. എഫിന്റെ ഇമേജിൽ ടി ഉൾപ്പെടുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. കാരണം ടി എയിലെ ഒരു എലമെന്റിന്റെയും എഫിലുള്ള ഇമേജ് അല്ല. എക്സാമ്പിൾ 8. ലെറ്റ് a is equal to സെറ്റ് 1, 2, 3, 4 and 5 ആണെന്നും ഫിഗർ 2ലെ ഡയഗ്രം f from a to a എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു എന്നും കരുതുക. എഫിന്റെ ഗ്രാഫ് ഒരു സെറ്റ് ഓഫ് ഓർഡേഡ് പെയേഴ്സ് ആയി കണ്ടുപിടിക്കുക. എഫിന്റെ ഇമേജ് കണ്ടുപിടിക്കുക. s is equal to സെറ്റ് 1, 3, 5 ആയാൽ f of s കണ്ടുപിടിക്കുക. t is equal to 2, 3 ആയാൽ f inverse of t കണ്ടുപിടിക്കുക. എഫിന്റെ ഗ്രാഫിൽ ഓർഡേഡ് പെയർ a f of a such that a belongs to a എന്ന എല്ലാ ഓർഡേഡ് പെയേഴ്സും ഉൾപ്പെടുന്നു. അതുകൊണ്ട് f is equal to set of all ordered pair 1, 3, ordered pair 2, 5, ordered pair 3, 5, ordered pair 4, 2 and ordered pair 5, 3. എഫിന്റെ ഇമേജ് f of a ആണ്. കൂടാതെ എല്ലാ ഇമേജ് പോയിന്റുകളെയും ഉൾക്കൊള്ളുന്നു. 2, 3, 5 ഇവ മാത്രമാണ് ഇമേജ് പോയിന്റ്സ് എന്നതുകൊണ്ട് f of a is equal to set 2, 3, 5. f of s is equal to f of set 1, 3, 5 is equal to set f of 1, f of 3, f of 5 is equal to set 3, 5, 3 is equal to set 3, 5. എലമെന്റ് 4ന്റെ ഇമേജ് 2 ആണ്.
1, 5 എന്നീ എലമെന്റ്സിന്റെ ഇമേജ് 3 ആണ്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സെറ്റ് 2, 3 ഈസ് ഈക്വൽ ടു സെറ്റ് 1, 4, 5. Plotting the graph of a polynomial. F of x is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc. plus a1x plus a0 such that ai are real numbers എന്ന രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ f from a subset of r to r എന്ന ഒരു റിയൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. r ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് ഗ്രാഫിലെ ഓരോ പോയിന്റും പ്ലോട്ട് ചെയ്യുക അസാധ്യമാകും. എന്നിരുന്നാലും ആദ്യം ഗ്രാഫിലെ ഏതാനും പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുകയും അവയിലൂടെ ഒരു സ്മൂത്ത് കർവ് വരക്കുകയും ചെയ്യുന്നതിലൂടെ ഇത്തരമൊരു ഗ്രാഫ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയും. എക്സിന് വിവിധ വാല്യൂസ് നൽകുകയും എഫ് ഓഫ് എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടേബിളിൽ നിന്നും ഈ പോയിന്റ്സ് ലഭിക്കും. എക്സാമ്പിൾ 9 ഫിഗർ 3ൽ ഈ ടെക്നിക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വിശദീകരിക്കുന്നു. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഓർഡേർഡ് പെയർ എ ബി എന്ന ഒരേയൊരു ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് എ ബിലോങ്സ് ടു എ എന്ന എയിൽ നിന്നും ബിയിലേക്കുള്ള എഫ് എന്ന ഒരു ഫംഗ്ഷന്റെ ഡിഫൈനിങ് കണ്ടീഷൻ. ഓരോ വെർട്ടിക്കൽ ലൈനും പ്ലോട്ടഡ് ഗ്രാഫിനെ ഒരേയൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന ജിയോമെട്രിക് കണ്ടീഷന് തുല്യമാണ്. ആർ സ്ക്വയർ എന്ന പ്ലെയിനിലെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഒരു ഫംഗ്ഷൻ ആകുന്നത് ഓരോ വെർട്ടിക്കൽ ലൈനിലും സെറ്റിലെ ഒരേയൊരു പോയിന്റ് മാത്രം എങ്കിൽ മാത്രമാണ്. എക്സാമ്പിൾ 10 ഫിഗർ 4ലെ ഏതൊക്കെ ഗ്രാഫ്സ് ആണ് ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻസ് എന്ന് കണ്ടെത്തുക. ഫിഗർ 4a ഗ്രാഫ് ഒരു ഫംഗ്ഷൻ ആണ്. ഫിഗർ 4bയിലെ ഗ്രാഫ് ഒരു ഫംഗ്ഷൻ അല്ല. കാരണം x is equal to 1ന്റെ വലതുഭാഗത്തുള്ള ഏത് വെർട്ടിക്കൽ ലൈനും കർവിനെ ഒന്നിലധികം പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നു. ഫിഗർ 4cയിലെ ഗ്രാഫ് ഒരു ഫംഗ്ഷൻ അല്ല. കാരണം x is equal to 1ന്റെ വലതുഭാഗത്തുള്ള ഒരു വെർട്ടിക്കൽ ലൈനും കർവിനെ ഒരു പോയിന്റിലും മീറ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഈ ഗ്രാഫ് d is equal to ക്ലോസ്ഡ് ഇന്റർവൽ -2 2ൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. എഫിന്റെ കോഡൊമൈൻ ബി ജിയുടെ ഡൊമൈൻ ആകുന്ന എഫ് ഫ്രം എ ടു ബി ജി ഫ്രം ബി ടു സി എന്നീ ഫംഗ്ഷൻസ് പരിഗണിക്കുക. ഈ ബന്ധം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാം. എ ബിലോങ്സ് ടു എ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എഫിലുള്ള അതിന്റെ ഇമേജ് എഫ് ഓഫ് എ ജിയുടെ ഡൊമൈനായ ബിയിലാണ്. അതനുസരിച്ച് ജി എന്ന ഫംഗ്ഷനിലുള്ള എഫ് ഓഫ് എയുടെ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. അങ്ങനെ എയിലുള്ള ഓരോ എലമെന്റ് എയോടും സിയിലുള്ള ഒരു എലമെന്റ് ജി ഓഫ് എഫ് ഓഫ് എ അസൈൻ ചെയ്യുന്ന ഒരു റൂൾ നമുക്കുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എഫും ജിയും എയിൽ നിന്നും സിയിലേക്കുള്ള ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷന് കാരണമാകും. ഈ പുതിയ ഫംഗ്ഷനെ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് വിളിക്കുന്നു. ജി ജുക്സ്റ്റാപോസിഷൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ജി ജുക്സ്റ്റാപോസിഷൻ എഫ് ഫ്രം എ ടു സി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ജി ജുക്സ്റ്റാപോസിഷൻ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഡയഗ്രമാറ്റിക്കലി എഫ് ജി കോമ്പോസിഷൻ ഇവ ഇങ്ങനെ സൂചിപ്പിക്കാം. അറ്റൻഷൻ, കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി സൂചിപ്പിക്കേണ്ടത് ജി ജുക്സ്റ്റാപോസിഷൻ എഫ് എന്നാണ്, എഫ് ജുക്സ്റ്റാപോസിഷൻ ജി എന്നല്ല. അതായത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് വായിക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് അല്ല. എക്സാമ്പിൾ 11 ഫിഗർ 5 ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് എഫ് ഫ്രം എ ടു ബി ജി ഫ്രം ബി ടു സി ഇവ ആണെന്നിരിക്കട്ടെ. നാം ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നു. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ടി. ഇതുപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ആർ ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു ടി എന്ന് കാണാം. ഇത് കിട്ടാൻ എഫിന്റെയും ജിയുടെയും ഡയഗ്രമിൽ എയിൽ നിന്നും സിയിലേക്കുള്ള ആരോസ് ഫോളോ ചെയ്താലും മതി. എക്സാമ്പിൾ 12 ഏതെങ്കിലും ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എഫ് കോമ്പോസിഷൻ 1a ഈസ് ഈക്വൽ ടു എഫ് ആൻഡ് 1b കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കാണാം. ഇവിടെ 1aയും 1bയും യഥാക്രമം എയിലും ബിയിലുമുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണ്. ഏതൊരു ഫംഗ്ഷന്റെയും അപ്രോപ്രിയേറ്റ് ഐഡന്റിറ്റി ഫംഗ്ഷനുമായിട്ടുള്ള കോമ്പോസിഷൻ ആ ഫംഗ്ഷൻ തന്നെയാണ്. അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. എഫ് ഫ്രം എ ടു ബി ജി ഫ്രം ബി ടു സി എച്ച് ഫ്രം സി ടു ഡി എന്നീ ഫംഗ്ഷൻസ് പരിഗണിക്കുക. അപ്പോൾ ഫിഗർ 6aയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ കോമ്പോസിഷൻ എച്ച് കോമ്പോസിഷൻ ജി ഫ്രം ബി ടു ഡിയും പിന്നെ കോമ്പോസിഷൻ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു ഡിയും ഫോം ചെയ്യാം. ഇതുപോലെ തന്നെ ഫിഗർ 6bയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സിയും പിന്നെ കോമ്പോസിഷൻ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു ഡിയും ഫോം ചെയ്യാം. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇവ രണ്ടും ഡൊമൈൻ എയും ആൻഡ് ടാർഗറ്റ് സെറ്റ് ഡിയും ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അടുത്ത തിയറം ഈ രണ്ട് ഫംഗ്ഷൻസും ഈക്വൽ ആണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. തിയറം 1 ലെറ്റ് എഫ് ഫ്രം എ ടു ബിയും ജി ഫ്രം ബി ടു സിയും എച്ച് ഫ്രം സി ടു ഡിയും ആയാൽ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. പ്രൂഫ് ഓഫ് ദി തിയറം അസൈൻമെന്റ് ആയി ചെയ്യുക. റിമാർക്ക്, തിയറം 1 അനുസരിച്ച് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു ഡി എന്ന് പാരന്തസിസ് ഇല്ലാതെ എഴുതാം.
one-to-one, on-to and invertible functions. Definition: f of a is equal to f of a prime implies a is equal to a prime ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി 1-to-1 ആണെന്ന് പറയാം. അതായത് ഡൊമൈൻ എയിലെ വ്യത്യസ്ത എലമെന്റ്സിന് വേറെ വേറെ ഇമേജസ് ആണെങ്കിൽ എഫ് ഫ്രം എ ടു ബി 1-1 ആണ്. ഡെഫിനിഷൻ: ഫോർ എവരി ബി ബിലോങ്സ് ടു ബി ദർ എക്സിസ്റ്റ് എ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതായത് ബിയിലെ ഓരോ എലമെന്റും എയിലെ ചില എലമെന്റ്സിന്റെ ഇമേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇമേജ് ഓഫ് എഫ് എൻറ്റയർ ടാർഗറ്റ് സെറ്റ് ബി ആണെങ്കിൽ എഫ് ഫ്രം എ ടു ബി ഓൺ ടു ആണ്. ഈ കേസിൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ഓൺ ടു ബി എന്ന്, അല്ലെങ്കിൽ എഫ് മാപ്സ് എ ഓൺ ടു ബി എന്ന് പറയാം. റിമാർക്സ്: ദ ടേം ഇൻജക്റ്റീവ് ഒരു 1-to-1 ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സർജക്റ്റീവ് ഒരു ഓൺ ടു ഫംഗ്ഷന് വേണ്ടിയും ബൈജക്റ്റീവ് ഒരു 1-to-1 ആൻഡ് ഓൺ ടു ആയ ഫംഗ്ഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു. എഫ് ഫ്രം എ ടു ബി ബോത്ത് 1-to-1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ എഫിനെ എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് വിളിക്കുന്നു. ഈച്ച് എലമെന്റ് ഓഫ് എ വിൽ കറസ്പോണ്ട് ടു എ യുണീക് എലമെന്റ് ഓഫ് ബി ആൻഡ് വൈസ് വേഴ്സ എന്ന ഫാക്ടിൽ നിന്നാണ് ഈ ടെർമിനോളജി വരുന്നത്. എക്സാമ്പിൾ 13: എ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്നിരിക്കട്ടെ. ദി ഐഡന്റിറ്റി ഫംഗ്ഷൻ 1a ഒരു 1-to-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ബൈജക്റ്റീവ് ആണ്. എക്സാമ്പിൾ 14: ഫംഗ്ഷൻസ് എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി ഇവ പരിഗണിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവ പ്രൂവ് ചെയ്യുക. ജി കോമ്പോസിഷൻ എഫ് 1-to-1 ആണെങ്കിൽ എഫ് 1-to-1 ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെങ്കിൽ ജി ഓൺ ടു ആണ്. എഫ് 1-to-1 അല്ല എന്നിരിക്കട്ടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആകുന്ന ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എക്സ്, വൈ ബിലോങ്സ് ടു എ ഉണ്ടായിരിക്കും. അങ്ങനെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് വൈ. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് 1-to-1 അല്ല. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് 1-to-1 ആകണമെങ്കിൽ എഫ് 1-1 ആയിരിക്കണം. ബി എ ബിലോങ്സ് ടു എ ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ ബിലോങ്സ് ടു ജി ഓഫ് ബി ആണ്. അതിനാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ജി ഓഫ് ബി. ജി ഓൺ ടു അല്ല എന്നിരിക്കട്ടെ. അപ്പോൾ ജി ഓഫ് ബി പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ സി ആണ്. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ സി ആണ്. അങ്ങനെ ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു അല്ല, അപ്പോൾ ജി ഓൺ ടു ആയിരിക്കണം. ഡെഫിനിഷൻ: ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കപ്പെടുന്നത് എഫ് ഓരോ എ ബിലോങ്സ് ടു എയോടും ബിയിലെ ഒരു ഫിക്സഡ് എലമെന്റിനെ അസൈൻ ചെയ്യുന്നുവെങ്കിലാണ്. ഡെഫിനിഷൻ: ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇൻവേർട്ടിബിൾ എന്ന് പറയപ്പെടുന്നത് അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലാണ്. ഈക്വലന്റ്ലി എഫ് ഫ്രം എ ടു ബി ഇൻവേർട്ടിബിൾ ആകുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു 1a ആൻഡ് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1b ആയ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിലാണ്. അറ്റൻഷൻ: എഫ് ഫ്രം എ ടു ബി ആണെന്ന് കരുതുക. ബി പ്രൈം ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോലും ബി പ്രൈമിന്റെ ഇൻവേഴ്സ് ഇമേജ് ആയ എഫ് ഇൻവേഴ്സ് ഓഫ് ബി പ്രൈം കാണാൻ കഴിയും. തിയറം 2: ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇൻവേർട്ടിബിൾ ആകുന്നത് അത് ഒരേ സമയം 1-to-1 ആൻഡ് ഓൺ ടു ആകുമ്പോൾ മാത്രമാണ്. പ്രൂഫ്: എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കരുതുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു 1a ആൻഡ് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1b ആകുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ എക്സിസ്റ്റ് ചെയ്യുന്നു. 1a 1-to-1 ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് 1-to-1 ആയിരിക്കും. അതുകൊണ്ട് എക്സാമ്പിൾ 14 പ്രകാരം എഫ് 1-1 ആയിരിക്കും. എഫ് 1b ഓൺ ടു ആയതുകൊണ്ട് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓൺ ടു ആയിരിക്കും. അതുകൊണ്ട് എക്സാമ്പിൾ 14 പ്രകാരം എഫ് ഓൺ ടു ആയിരിക്കും. അതായത് എഫ് 1-1 ആൻഡ് ഓൺ ടു ആയിരിക്കും. എഫ് ബോത്ത് 1-1 ആൻഡ് ഓൺ ടു ആണെന്ന് കരുതുക. അപ്പോൾ ഓരോ ബി ബിലോങ്സ് ടു ബിയും എയിലെ ഒരു യുണീക് എലമെന്റിന്റെ ഇമേജ് ആണ്, സേ ബി ക്യാപ്. അങ്ങനെ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി ക്യാപ്. അതുകൊണ്ട് എഫ് ഓഫ് ബി ക്യാപ് ഈസ് ഈക്വൽ ടു ബി. ഇപ്പോൾ ജി ബിയിൽ നിന്ന് എയിലേക്ക് ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി ക്യാപ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന മാപ്പിങ്ങിനെ സൂചിപ്പിക്കുന്നു എന്ന് കരുതുക. നമുക്ക് അറിയാവുന്നതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി ക്യാപ് ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു 1a. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു 1a. എഫ് കോമ്പോസിഷൻ ജി ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ക്യാപ് ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1bb. അതുകൊണ്ട് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു 1b. അതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം എഫ് ഇൻവേർട്ടിബിളും അതിന്റെ ഇൻവേഴ്സ് മാപ്പിംഗ് ജിയും ആണ്. Geometrical characterization of 1-1 and on2 functions. ഇപ്പോൾ നാം ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ 1-to-1 ആൻഡ് ഓൺ ടു ആകുന്ന കൺസെപ്റ്റ്സിന്റെ ജിയോമെട്രിക് മീനിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എഫിനെ അതിന്റെ ഗ്രാഫ് കൊണ്ട് തിരിച്ചറിയാം എന്നതും ഗ്രാഫ് കാർട്ടീഷ്യൻ പ്ലെയിൻ R2 ൽ പ്ലോട്ട് ചെയ്യാം എന്നതും ശ്രദ്ധിക്കുക. ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ 1-to-1 ആണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എഫിന്റെ ഗ്രാഫിൽ ഓർഡേർഡ് വെയർ A1b ഓർഡേർഡ് വെയർ A2b എന്ന രണ്ട് ഡിസ്റ്റിങ്ക്ട് ഓർഡേർഡ് വെയർസ് ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് R2 ലുള്ള ഓരോ ഹൊറിസോണ്ടൽ ലൈനിനും എഫിന്റെ ഗ്രാഫിനെ പരമാവധി ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട്
ഇന്റർസെക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഓൺ ടു ആണ് എന്നതിന്റെ അർത്ഥം ഓരോ ബി ബിലോങ്സ് ടു ആറിനും ഓർഡേർഡ് വെയർ എ ബി ബിലോങ്സ് ടു ദി ഗ്രാഫ് ഓഫ് എഫ് ആകുന്ന ഒരു പോയിന്റ് എ ബിലോങ്സ് ടു ആർ എങ്കിലും ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് ആർ ടുവിന്റെ ഓരോ ഹൊറിസോണ്ടൽ ലൈനും ഒരിക്കലെങ്കിലും എഫിന്റെ ഗ്രാഫിനെ ഇന്റർസെക്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് എഫ് ഫ്രം ആർ ടു ആർ 1 to 1 ആൻഡ് ഓൺ ടു ആകുന്നത് ആർ ടുവിലെ ഓരോ ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫ് ഓഫ് എഫിനെ എക്സാക്ട്ലി 1 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത എക്സാമ്പിളിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. Example 15. ആറിൽ നിന്നും ആറിലേക്കുള്ള f1 of x is equal to x square, f2 of x is equal to 2 to the power x, f3 of x is equal to x cube minus 2x square minus 5x plus 6, f4x is equal to x cube എന്നീ 4 ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ഫിഗർ 7ൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഗ്രാഫ് ഓഫ് f1നെ 2 പ്രാവശ്യം ഇന്റർസെക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻസും ഇന്റർസെക്ട് ചെയ്യാത്ത ഹൊറിസോണ്ടൽ ലൈൻസും കാണാം. അതുകൊണ്ട് f1 1 to 1 o on to o അല്ല. അതുപോലെ f2 1 to 1 ആണ്, പക്ഷേ on to അല്ല. കൂടാതെ f3 on to ആണ്, പക്ഷേ 1 to 1 അല്ല. f4 1 to 1 and on to ആണ്. ഇൻവേഴ്സ് ഓഫ് f4 എന്നത് ക്യൂബ് റൂട്ട് ഫംഗ്ഷൻ f4 ഇൻവേഴ്സ് ഓഫ് x is equal to ക്യൂബ് റൂട്ട് ഓഫ് x ആയിരിക്കും. റിമാർക്ക്: ചില സമയത്ത് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് കിട്ടുന്നതിന് വേണ്ടി എഫിന്റെ ഡൊമൈനും കോ ഡൊമൈനും റെസ്ട്രിക്ട് ചെയ്യുന്നു. ഉദാഹരണമായി നമ്മൾ f1 of x is equal to x സ്ക്വയറിന്റെ ഡൊമൈനും കോ ഡൊമൈനും d എന്ന എല്ലാ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെയും സെറ്റ് ആയി റെസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പോൾ f1 1 to 1 and on to ആകുന്നു. കൂടാതെ അതിന്റെ ഇൻവേഴ്സ് എന്നത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ f1 of ഇൻവേഴ്സ് is equal to സ്ക്വയർ റൂട്ട് ഓഫ് x ആയിരിക്കും. അതുപോലെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ f2 of x is equal to 2 to the power x ന്റെ കോ ഡൊമൈൻ r പ്ലസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയി റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ f2 1 to 1 and on to ആകുന്നു. കൂടാതെ അതിന്റെ ഇൻവേഴ്സ് എന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ ടു ദ ബേസ് 2 f2 ഇൻവേഴ്സ് ഓഫ് x is equal to log x to the base 2 ആയിരിക്കും. ഒരു നോൺ എംപ്റ്റി സെറ്റ് എസിൽ നിന്ന് എസിലേക്കുള്ള എല്ലാ 1 to 1 and on to ഫംഗ്ഷൻസിന്റെയും സെറ്റിനെയും നമ്മൾ a of s എന്ന് ഡിനോട്ട് ചെയ്യുന്നു. a of s ന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് താഴെയുള്ള തിയറത്തിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു. Theorem 3. If sigma, tau and mu are elements of a of s, then 1. Sigma composition tau is in a of s. 2. Sigma composition tau composition mu is equal to sigma composition tau composition mu. 3. The identity function I from s to s is an element in a of s and sigma composition I is equal to I composition sigma is equal to sigma. 4. There exists an element sigma inverse in a of s such that sigma composition sigma inverse is equal to sigma inverse composition sigma is equal to I. തിയറം 4. എസിൽ 2 എലമെന്റ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എ ഓഫ് എസിൽ 2 എലമെന്റ്സ് സിഗ്മ ടോ സച്ച് ദാറ്റ് സിഗ്മ കോമ്പോസിഷൻ ടോ നോട്ട് ഈക്വൽ ടു ടോ കോമ്പോസിഷൻ സിഗ്മ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൂഫ്: x1 x2 x3 ഇവ എസിലെ 3 ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണെന്ന് കരുതുക. സിഗ്മ ഫ്രം എസ് ടു എസ് സച്ച് ദാറ്റ് സിഗ്മ ഓഫ് x1 is equal to x2, സിഗ്മ ഓഫ് x2 is equal to x3, സിഗ്മ ഓഫ് x3 is equal to x1 എന്നും കൂടാതെ x1 x2 x3 അല്ലാത്ത s belongs to s നെ സിഗ്മ ഓഫ് s is equal to s എന്നും ഡിഫൈൻ ചെയ്യുക. കൂടാതെ ടോ ഫ്രം എസ് ടു എസ് ബൈ ടോ ഓഫ് x2 is equal to x3 is equal to x2 എന്നും x2 x3 ഇവ അല്ലാത്ത എല്ലാ s belongs to s നും ടോ ഓഫ് s is equal to s എന്നും ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയിട്ടും സിഗ്മ കൊമ ടോ ഇവ രണ്ടും എ ഓഫ് എസിൽ ആയിരിക്കും. ഇപ്പോൾ സിഗ്മ കോമ്പോസിഷൻ ടോ ഓഫ് x1 is equal to സിഗ്മ ഓഫ് ടോ ഓഫ് x1 is equal to സിഗ്മ ഓഫ് x1 is equal to x2 ആൻഡ് ടോ കോമ്പോസിഷൻ സിഗ്മ ഓഫ് x1 is equal to ടോ ഓഫ് സിഗ്മ x1 is equal to ടോ ഓഫ് x2 is equal to x3. അതുകൊണ്ട് സിഗ്മ കോമ്പോസിഷൻ ടോ നോട്ട് ഈക്വൽ ടു ടോ കോമ്പോസിഷൻ സിഗ്മ.